ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ വീഡിയോയ്ക്കകത്ത് പേരും കൂടെ പറയുകയാണെങ്കിൽ നന്നായിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ പേരും കൂടെ പറയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് റുട്ടീൻ വീഡിയോ ഇതിന് മുന്നിട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ വീട്ടിലെ ജോലികളൊക്കെ തന്നെ ചെയ്ത് ഇരിക്കുന്ന വീട്ടമ്മമാർക്കും രാവിലത്തെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വാങ്ങുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ബോക്സുകളിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അത് കേടുകൂടാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒരുപാട് അളവിലുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ സൂക്ഷിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലെ വെള്ളമയമൊക്കെ മാറ്റിയിട്ട് ഒരു ബോക്സിൽ അടച്ച് വയ്ക്കാം. എപ്പോഴും നമ്മൾ അടച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കുകയാണെങ്കിൽ സ്മെല്ലൊന്നും വേറെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിക്കുമ്പോഴത്തേക്കും നമുക്ക് രാവിലത്തെ കുക്കിംഗ് വളരെ ഈസി ആക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ ധൃതി വെച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയ്ക്കായിരിക്കും ഓരോന്ന് തീർന്നിരിക്കുന്നത് പെട്ടെന്ന് ഓർക്കുന്നത്. അപ്പോൾ പിന്നെ അതെടുത്ത് പൊട്ടിച്ച് നമ്മൾ ടിന്നിലൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം പോകും. ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് തന്നെ തലേന്ന് വൈകിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തീർന്നിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് പൊട്ടിച്ച് ആ ടിന്നിലേക്ക് ഇട്ട് വെക്കാനും അതുപോലെ എണ്ണയൊക്കെ ആണെങ്കിലും ഒഴിച്ച് വെക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അതുപോലെ തീർന്നിരുന്ന പൊടികൾ, തേയില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ഒഴിച്ച് വെക്കുന്ന ഡിസ്പെൻസർ എവിടെ നിന്നാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ ഇട്ട് വെക്കുന്ന ഡിസ്പെൻസർ വെച്ചിരിക്കുന്ന ആ ഒരു വുഡൻ സ്റ്റാൻഡും ആമസോണിൽ നിന്ന് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാക്കി പണികളൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുമല്ലോ പിറ്റേ ദിവസത്തേക്ക് എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് നമ്മൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കുക, കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ടൈമിൽ മീനോ ചിക്കനോ അങ്ങനെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ അതൊക്കെ ഒന്ന് നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ അധികം സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ സവോളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ളത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാടായിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, അത് പെട്ടെന്ന് കേടാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്മെല്ല് ഫ്രിഡ്ജിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ നാളെ രാവിലെ ആലു പറാത്ത ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആലു മസാല ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ പാത്തൂസിനാണെങ്കിലും ആലു പറാത്ത നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാൻ പോട്ടോ. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പാത്രം വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാതെ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം മാത്രം പാത്രം വെക്കാൻ. ഇപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ചില സമയം അബദ്ധം പറ്റാറുണ്ട്, എന്നാലും ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആലു മസാല മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, കാരണം പാത്തൂന് മാത്രം മതി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. ആലു നന്നായിട്ട് വെന്ത് പറ്റി വരണം. അപ്പം നിങ്ങൾക്ക് 2-3 ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിലൊന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചാൽ മതിയാവും. എങ്ങനെ വേവിച്ചാലും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആലു പറാത്ത ഉണ്ടാക്കുന്ന ടൈമിൽ അത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മാഷർ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ടാണെങ്കിലും നല്ല പോലെ ഒന്നിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയായിട്ട് കിടക്കാതെ നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പം ആലുപ്പറത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ആട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പം വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പാത്തൂസിനായതുകൊണ്ടാണ് ഞാൻ നെയ്യും യൂസ് ചെയ്തത്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ 1/4 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അര സവോള കുഞ്ഞാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതും 1/4 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്,
പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കസൂരി മേത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ചാറ്റ് മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പൊട്ടറ്റോയും സവോളയും ഇതെല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് വരണം. അപ്പം ഞാനിപ്പോൾ പാത്തുവിനായതുകൊണ്ടാണ് എരിവൊക്കെ കുറച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പൊട്ടറ്റോ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ മല്ലിയില എന്തായാലും ഇടണം കേട്ടോ, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ടേസ്റ്റ് നോക്കുക. ഉപ്പോ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇതിങ്ങനെ തണുത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതൊന്നെടുത്ത് വെളിയിൽ വെച്ചിട്ട് ഒന്ന് മൈക്രോവേവ് ഉണ്ടെങ്കിൽ മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. പിന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പറാത്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ആലു പറാത്ത ഉണ്ടാക്കിയ ഇതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പം നമ്മുടെ ആലു പറാത്ത നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ പുറമേ പുരട്ടി കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം. പാത്തുവിന് നെയ്യാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടല്ലേ നമ്മുടെ ആലു പറാത്ത. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് അവിടെയും കുറച്ച് നെയ്യും കൂടെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് ബോക്സിലാക്കി കൊടുത്തു വിട്ടാൽ മതിയാകും. അപ്പോൾ വലിയവർക്കാണെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ ഈ ആലു പറാത്തയുടെ മസാല ഉണ്ടാക്കി ആ ഒരു പാനൊക്കെ ഞാൻ വൈകുന്നേരം അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ കുന്നുകൂടി കഴിഞ്ഞാൽ നമുക്ക് കഴുകാനൊക്കെ മടിയാവും. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും മടിയാവുന്ന ഒരു സമയമാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. നമ്മൾ മട്ട അരി വെച്ചിട്ട് തന്നെയാണ് ചോറ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒന്ന് തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. എന്നിട്ട് രാവിലെ ഒരു 10-20 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്കും അരി അവിടെ റെഡിയായി ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കർ യൂസ് ചെയ്യുന്നില്ലാത്തവരൊന്ന് റൈസ് കുക്കറൊക്കെ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കും. ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മയണൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മയണൈസിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. വൈകിട്ട് നമ്മൾ തന്തൂരി ചിക്കനും അതുപോലെ തന്നെ മയണൈസുമാണ്. അപ്പോൾ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, ഓവനിനകത്ത് എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ചിക്കനും അതുപോലെ തന്നെ മയണൈസുമാണ്. അപ്പം ചിക്കനൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ മയണൈസൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ഓഫീസിൽ നിന്ന് വന്നു. ദിനു ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഈ ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ, വുഡൻ ടിഷ്യൂ പേപ്പർ ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു, അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ടിഷ്യൂ പേപ്പറൊക്കെ ഒന്നിട്ട് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. കുറേ നാളായിട്ട് ഈ ഒരു ഹോൾഡർ ഇങ്ങനെ നമ്മൾ കാട്ടിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ അതിനകത്ത് ഇടാൻ പറ്റിയ ഒരു ടിഷ്യൂ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓർഡർ ചെയ്തു, അത് കിട്ടി. എന്തായാലും അത് നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനാണെങ്കിൽ ക്യാബേജും തക്കാളിക്കായും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം പിറ്റേ ദിവസം നമുക്ക് ക്യാബേജ് തോരനും തക്കാളിക്ക കറിയാണ് ലഞ്ചിന് ദിനുവിന് കൊടുത്തു വിടേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദിനു എനിക്ക് തേങ്ങ ചിരണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ ഈ തേങ്ങയൊന്നും കേടായി പോകത്തില്ല. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ റെഡിയാക്കി ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഓരോ ദിവസത്തേക്കുള്ളത് ചെയ്യാവുള്ളൂ. ഒരുപാട് ദിവസത്തേക്കൊന്നും ഒന്നിച്ച് ചെയ്ത് വെക്കരുത്, അത് നമുക്ക് നല്ലതല്ല നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ തലേന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും. രാവിലെ എണീറ്റിട്ട് നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. രാവിലെ ഒത്തിരി ലേറ്റായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പോലും ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുകയാണല്ലോ എന്നോർത്തിട്ട് നമുക്ക് സമാധാനപരമായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തേങ്ങ സിപ്ലോ കവറിലാട്ടോ ഇട്ട് ഫ്രീസറിൽ വെക്കുന്നത്. കാരണം ഫ്രീസറിൽ ഒരുപാട് സ്ഥലം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സിപ്ലോ കവറിലാണ് ഇട്ട് വെക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഓരോ ടിന്നിലിട്ട് അടച്ചിട്ട് അതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഞ്ചിനോ ടിഫിനോ ഒക്കെ കൊണ്ടുപോകുന്ന ബോക്സുകളുണ്ടല്ലോ, അത് അന്ന് തന്നെ അങ്ങ് കഴുകി കമത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ടിരിക്കും. രാവിലെ പിന്നെ ഇതൊക്കെ കഴുകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറേ സമയം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞ്
കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അങ്ങനെയാകുമ്പോൾ തന്നെ രാവിലെ എണീറ്റ് നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പെട്ടെന്ന് ജോലികൾ തീർക്കാനായിട്ടും തോന്നും. പിന്നെ അതുപോലെ തന്നെ ഹാളൊക്കെ ആണെങ്കിലും ഞാൻ വൃത്തിയാക്കിയിട്ടാണ് കിടക്കുക. രാവിലത്തെ ക്ലീനിങ് ജോലികൾ ഒരുപാട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് കിടക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ജോലികൾ എളുപ്പമാകാനായിട്ട് ഞാൻ തലേന്നേ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 മണിക്ക് മുന്നായിട്ട് നമ്മുടെ അടുക്കളയിലെ എല്ലാ ജോലികളും തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.